റുക്കു മലയാള സിനിമയിൽ സമീപകാലത്ത് ഇറങ്ങിയ ഏറ്റവും മനോഹരമായ മാസ്റ്റർ പീസ് ആയിട്ട് ആ സിനിമ നമ്മളിലേക്ക് ഇത്രത്തോളം ആഴത്തിൽ ഇറങ്ങി ചെല്ലാനുള്ള മെയിൻ കാരണം ആ സിനിമയിലെ ക്യാരക്ടറിന്റെ ഡെപ്ത് മാത്രമല്ല, ആ നായകളുടെ പ്രകടനം മാത്രമല്ല, അതിമനോഹരമായ വശ്യത നിറഞ്ഞ നിഗൂഢത നിറഞ്ഞ പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ ഉപ്പുക എന്ന മനോഹരമായ ലൊക്കേഷനും കൂടിയാണ് ആ സിനിമ നമ്മളിലേക്ക് ഇത്രത്തോളം ഹിറ്റാകാനുള്ള മെയിൻ കാരണം. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ആലപ്പുഴ തണ്ണീർമുക്കം ബണ്ടിലൂടെ സഞ്ചരിച്ച് ഇടയാഴം കല്ലറ റൂട്ടിലെ മനോഹരമായ പ്രഭാത കാഴ്ചകൾ കണ്ട് പാടശേഖരങ്ങളിലെ കാറ്റേറ്റ് പാലാ തൊടുപുഴ ബൈപ്പാസിലൂടെയുള്ള യാത്രകൾ ചെന്ന് അവസാനിപ്പിക്കുന്നത് ഉപ്പുകുന്നലിലെ മനോഹരമായ കാഴ്ചകളിലേക്കാണ്. അപ്പോൾ നമ്മൾ തൊടുപുഴ എത്തിയിട്ട് തൊടുപുഴ ഉടുമ്പന്നൂർ റോഡ് പിടിക്കണം. കണ്ടോ? അതെ, 10 കിലോമീറ്ററോളം തൊടുപുഴ ഉടുമ്പന്നൂർ റോഡുണ്ട്. ഈ കാണുന്ന സ്ട്രൈറ്റ് റോഡാണ്, കിഡിലൻ റോഡാണ്. ഈ റോഡ് നേരെ അങ്ങ് പോയച്ചാൽ മതി. അത് നമുക്ക് കുന്ന് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ തൊടുപുഴ എത്തിയിട്ട് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്താലാണ് ഇവിടെ ഇങ്ങോട്ട് ഈ റോഡിൽ കയറി കേട്ടോ. ചുമ്മാ ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്താൽ മതി. കുന്ന് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് മാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്ട് ലൊക്കേഷനാണ് അതിനകത്ത് കാണിക്കുന്നത്. ആ ലൊക്കേഷൻ വഴി കയറി വന്നേച്ചാൽ മതി. അപ്പം വരുന്ന വഴിക്കുള്ള ഒരു കാഴ്ചകളൊന്നും അത്ര ഗുമ്മുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്താ പറയുക, പ്രകൃതി ഭംഗിയായ ഒരു കാഴ്ചകളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അത് കാരണം ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കാണുന്ന എക്സാക്റ്റ് ഇടുക്കി കാഴ്ചകളാണ്, ഇടുക്കി റൂട്ടാണ്, ഇടുക്കി റോഡാണ്. അടിപൊളി റൂട്ടാണ് കേട്ടോ. മഴ, റെയിനി സീസൺ, മൺസൂൺ സീസണിലൊക്കെ വരുവാണെങ്കിൽ അടിപൊളി ഫീൽ ചെയ്യുന്നൊരു റൂട്ടാണ്. ഈ വഴിയുണ്ട്, മുകളിൽ കയറി പോകുന്നൊരു വഴി നൈസല്ലേ. ഈ വഴിയിലൂടെ ഒരു ചേട്ടൻ കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമുക്കിതൊരു വഴിയാണെന്ന് മനസ്സിലായത്. ഓക്കെ, എന്നെ അടിപൊളിയാണ്, സൂപ്പറല്ലേ. കേട്ടോ, ഒരു വീട്ടിലേക്കാണ് അവിടെ കയറി ചെല്ലുന്നില്ല. ഒരു നാട്ടിൻപുറത്തെ അടിപൊളി ഒരു വഴി. ഒരുപാട് കയറ്റവും ഇറക്കമൊക്കെ ഉള്ള നമ്മുടെ ടിപ്പിക്കൽ ഇടുക്കി റോഡ്. ഒരു ചെറിയ കയറ്റം, ഒരുപാട് സഞ്ചാരികളൊന്നും ഇല്ല കേട്ടോ. ഞായറാഴ്ച ആയിട്ട് പോലും ഈ റൂട്ടൊന്നും ആരെയും കാണുന്നില്ല. ഇത് വളരെയധികം പ്രസിദ്ധമാണോ, ആ മൂവിക്ക് ശേഷം എന്തെങ്കിലും സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ആ കാണുന്നതാണ് കേട്ടോ ലൊക്കേഷൻ. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ ഗൈസ്, ഒരു കാര്യമുണ്ട്, നമ്മളാ സിനിമയിൽ കണ്ട അത്രയും പച്ചപ്പും ഹരിതാപയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം തന്നെ എല്ലാം ഉണങ്ങി ചുക്കടിച്ച്. ഷടാ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. നല്ല പച്ചപ്പുള്ള സ്ഥലമായിരിക്കും. ഞാൻ വരുന്നെന്ന് അറിഞ്ഞ് ഒരാഴ്ചക്കുള്ളതിനത് കരിഞ്ഞുണങ്ങിപ്പോകും. सारा जहां तेरी बाहों में हाथ हाथ सा गहरा हुआ मेरे आशिकी गहरा हुआ तू ही है दूर तू अगर मेरी ये हवाएं तेरी, तू अगर मेरी हवाएं तेरी, तू अगर मेरी मेरा तेरा Oh my God, we are reached Shintalia. എന്നാ വ്യൂ ആണ് നോക്കി. അമ്പോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഞാൻ വണ്ടി വെക്കട്ടെ.
നല്ല വെയിലൂടെ വണ്ടി ഒതുക്കി വെച്ചിട്ട് വരാവേ. ഉപ്പൂന്ന് നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ കുന്നിൻ പ്രദേശമാണ്. ഇത് തൊടുപുഴ മൂലമറ്റം റോഡിന് സമീപമായിട്ടാണ് കേട്ടോ. കരിമണ്ണൂർ വണ്ണപ്പുറം ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. തൊട്ടടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരമാണ് ഉപ്പൂന്നിനുള്ളത് കേട്ടോ. നമ്മൾ എക്കോ സിനിമ ഹിറ്റായ പിന്നെയാണ് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും തിരക്കി അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കാണ് ഉപ്പു എന്ന സ്ഥലമാണെന്ന് മനസ്സിലാവുന്നതും ഞാനിങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നതും ആ സിനിമ കണ്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് ലൊക്കേഷൻ ഹണ്ട് ചെയ്ത് ഞാൻ ഇതാണ് സ്ഥലമെന്ന് മനസ്സിലാക്കിയത് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ കാണുന്ന വിഷ്വൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് DJI Neo 2 എന്ന് പറയുന്ന ഒരു മിനി ഡ്രോണിലാണ്. റിമോട്ട് കൺട്രോൾ RC ഉപയോഗിക്കാതെ കുറച്ച് അതിനകത്ത് നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പം അതിൽ ഫോളോ മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പം ഈ വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് സോളോ ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഭയങ്കര ഉപകാരമുള്ളൊരു മോഡാണത്, ഫോളോ മോഡ് എന്ന് പറയുന്നത്. 4K വിഷ്വൽസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ ലഭിക്കുന്ന വിചാരത്തിലാണ് ഞാൻ ഇത് എടുത്തത്. ഡ്രോണായിട്ട് ഇവിടെ വന്നു തന്നെ നല്ല അടിപൊളി വിഷ്വൽസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് അത് ഡാമിന്റെ പരിസരത്തുള്ള ഒരു പ്രദേശമാണെന്ന് മനസ്സിലാക്കുകയും അത് മാത്രമല്ല കാറ്റുണ്ടായിരുന്നു, നല്ല അടിപൊളി കാറ്റായിരുന്നു. ഈ ഡ്രോണ് 159 ഗ്രാം വെയിറ്റേ ഉള്ളൂ, ചെറുതല്ല, മിനി ഡ്രോൺ അല്ലേ. മിനി ഡ്രോൺ കാറ്ററിയപ്പെടുന്നതിൽ ഈ കാറ്റ് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അത്യാവശ്യം നമ്മൾ എക്സ്പീരിയൻസ് ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കാറ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാറ്റിൽ നിന്ന് ആടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനത് അധികം ഫ്ലൈ ചെയ്യിച്ചില്ല. പിന്നെ ലീഗൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്കറിയാത്ത കാരണം ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽ ഒരു 2 മീറ്റർ ഹൈറ്റിൽ മാത്രം എടുക്കുക. എന്നിട്ട് പോലും അത് കാറ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ശരിക്കും അത് ഒലയുന്നുണ്ടായിരുന്നു ഡ്രോണ്. അപ്പോൾ ഒരു ടെസ്റ്റ് എന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് വിഷ്വൽ. അപ്പം വിഷ്വൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് കമന്റ് ഇടുക. അപ്പം ഇപ്പോൾ ഇതിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ ഇതിലും ഭംഗിയായിട്ട് പകർത്താൻ പറ്റിയ സ്ഥലമായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ നമുക്കത് കഴിഞ്ഞില്ല. ഗൈസ്, നമ്മളങ്ങനെ ഉപ്പൂന്ന് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുക കേട്ടോ. ഇത് ഈ കാണുന്ന ഈ വഴിയിലൂടെ കയറിയാണ് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. എന്തോ ഈ മരം കണ്ടോ, ഈ കാണുന്ന മരം, ഈ മരത്തിലാണ് മറ്റേ എക്കോ സിനിമയിൽ നരയൻ ഓടിക്കുന്ന വണ്ടി ഇടിച്ച് നിർത്തിയെന്ന കടലെ ചേച്ചിയില്ലേ, ആ ചേച്ചീനടുത്ത് പറഞ്ഞു കേട്ടോ. എന്താ ഈ ഇത് കണ്ടോ, ഇതിനകത്ത് ഇടിച്ച് നിർത്തിയത്, ഇവിടെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. പിന്നെ ആ സിനിമയുടെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചീനോട് പറഞ്ഞു ആ സിനിമ ഞാൻ കണ്ടില്ല, ഈ ലൊക്കേഷനാണ് മൊത്തം ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് വ്യൂ പോയിന്റിലേക്കൊന്ന് നടന്നു പോയി നോക്കാം. എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, മൊത്തം കരിഞ്ഞു പോയപ്പോൾ ആ സിനിമയിൽ കാണുന്ന ആ പച്ചപ്പ് ഹരിതാപയൊക്കെ മഷിട്ട് നോക്കിയാൽ കിട്ടത്തില്ല ഇവിടെ. അത്രക്കും കരിഞ്ഞ് നാശമായി. ഭയങ്കര ചൂട്, പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ, എൻ്റെ വ്യൂ ഒരു രക്ഷയില്ല അല്ലേ. നൈസ് വ്യൂ അല്ലേ, കിഡിലൻ വ്യൂ. നമ്മൾ ആദ്യം ഇപ്പോൾ കണ്ട ലൊക്കേഷനിൽ നിന്ന് ആ സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് വന്നു കണ്ടോ. നോക്ക് ഗൈസ്, ഇവിടെ ഒരേപോലെ തന്നെ അല്ലേ, കണ്ടോ, മനസ്സിലാവുന്നില്ല ഏതാണ്. പക്ഷേ ആ പച്ചപ്പ് മരുതാപ്പൊക്കെ നഷ്ടമായൊരു വൻ പരാജയമായിപ്പോയി. കുറച്ചുകൂടി നേരത്തെ വരണ്ടായിരുന്നു. സിനിമ ഞാൻ തിയേറ്ററിൽ പോയി തന്നെ കണ്ടതാണ്,
പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ചില സാഹചര്യങ്ങളാൽ വരാൻ പറ്റിയില്ല. ചുറ്റുകൊള്ളുന്ന പാറക്കെട്ടുകളാണ് ഗൈസ്. ഇതിലേക്ക് പോവാം നമുക്ക്. ആളുകളൊക്കെ നടന്നു പോയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൺസൂൺ ടൈമിലൊക്കെ വന്നാണ്ടല്ലോ വേറെ വൈബായിരിക്കും കേട്ടോ. മൊത്തം ഈറ്റ കാടുകളാണ്. ഉണ്ടോ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാകുന്ന സ്ഥലം കേട്ടോ ഇത്. ആഹാ, കാറ്റിൻ്റെ സൗണ്ട് കേട്ടോ, അടിപൊളിയല്ലേ, നൈസല്ലേ. ഉറപ്പായിട്ടും ഇവിടെ വെള്ളച്ചാട്ടമുണ്ട്. ഇതേ ഉണ്ടോ, വെരി നൈസ്. ഉണ്ടോ നമ്മൾ കാടിനെ അറിയാത്ത, കാടിനെ സ്നേഹിക്കാത്ത കുറേ ആൾക്കാർ എന്നിട്ട് കുപ്പി, പാട്ട, വേസ്റ്റ് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോകും. ഇവിടെ ഇത്രയും സ്ഥലമേ മാറി കിടക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്തോ ഒരു ജീവി ഒന്ന് കിടന്നിട്ടുള്ളതാണ് രാത്രി എന്നെൻ്റെ അനുമാനമാണ്. ചിലപ്പോൾ മണ്ടത്തരമാവാം. പക്ഷെ ഇതൊക്കെ കുഞ്ഞു അരുവികളൊക്കെ ഒഴുകുന്ന സ്ഥലം കേട്ടോ. വളരെ നൈസ് ആംബിയൻസാണ് മഴയത്തിട്ടാ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വേനൽക്കാലത്ത് കാണുന്നവരാണെങ്കിലും മഴക്കാലത്ത് ഇവിടെ വരാൻ നോക്കണേ. കാറ്റ് ഒരു രക്ഷയില്ല. ഗൈസ്, ഞാൻ ഡ്രോണൊക്കെ ആയിട്ടാണ് വന്നു കേട്ടോ. പക്ഷേ ഡ്രോൺ ഫ്ലൈ ചെയ്യിക്കാൻ ഒരു നിർവാഹമില്ല. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ്. സെൽഫ് മോഡിട്ട് ഒരു വീഡിയോ എടുക്കാൻ നോക്കി, അത് ഭയങ്കര ഹൈറ്റ് കുറച്ച്, പക്ഷേ രക്ഷയില്ല. വ്യൂ പോയിന്റ് മൊത്തം കത്തിക്കരിഞ്ഞു പോയി. ഇതാണ് ലൊക്കേഷൻ കേട്ടോ, കിഡിലൻ ലൊക്കേഷനാണ്. ഈ വ്യൂ പോയിന്റിൽ തന്നെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ. ചായക്കടയും കൂൾ ബാറൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം ഭക്ഷണം, സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പൈനാപ്പിൾ, മാങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയൊരു കടയുണ്ട്. അത്യാവശ്യം വിശപ്പെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ആ കട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചായയോ തണുത്ത വെള്ളമോ അതായത് ഉണ്ട്, ഉപ്പിലിട്ട പൈനാപ്പിൾ, നെല്ലിക്ക, മാങ്ങ സംഭവങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം വിശപ്പെടുക്കാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. ബജ്ജിയുണ്ട്, ബജ്ജിയൊക്കെ ഉണ്ട്. നല്ല ഹൈജീനിക് ആയിട്ടുള്ളൊരു കട, സൂപ്പർ. അപ്പോൾ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഈ കടലും കൂടെ കയറും കേട്ടോ. ഗായ്സ്, തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുത്തു. പക്ഷേ ആ ലൊക്കേഷൻ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് നോക്കിയിട്ടേ എല്ലാം ഒരേപോലെ ഇരിക്കുന്നു.
ഏതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ 2-3 പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഏതാണ് ലൊക്കേഷൻ. എന്താ അറിയോ, എല്ലാ ലൊക്കേഷനും ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെ തോന്നുന്നു. രക്ഷയില്ലാത്ത വ്യൂ. പൂന്നിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ പൂന്ന് കാണാൻ വരുവാണെങ്കിൽ ഒന്നല്ലേ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം വരിക. ഈ ഒരു ക്ലൈമറ്റിൽ ഇവിടെ ഉച്ചക്കൊക്കെ വന്നാൽ പെട്ടുപോകും, നല്ല ചൂടാണ് കേട്ടോ. അപ്പം പിന്നെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിപ്പം തൊടുപുഴ ഭാഗത്തുള്ള മറ്റേതെങ്കിലും ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്കും ഇവിടെ കയറുക, കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.